പാവം നമ്മുടെ നന്ദൂട്ടനെ ആ പിള്ളേരെങ്ങാനും തള്ളിയിട്ടാണോന്ന് അറിയില്ല സുഹൃത്തുക്കളെ. കാല് നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് നന്ദയുടെ കാര്യം പറയുമ്പോൾ നന്ദ പറയണം, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ, ഞാനിവിടെ വെച്ചിട്ട് നോക്കിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ പ്രിൻസിപ്പൾ നന്ദൂട്ടനായിട്ട് നേരെ നന്ദയുടെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്ന വശം തന്നെ നന്ദൂട്ടൻ്റെ കാലൊക്കെ വൃത്തിയായിട്ട് കഴുകി മരുന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടണ സമയത്ത് നന്ദൂട്ടൻ കിടന്ന് ഇങ്ങനെ കരയാണ്. മോൻ കരയല്ല കേട്ടോ, ഇത് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു മരുന്ന് വെക്കണതാണ് കേട്ടോ ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന സമയത്ത് നന്ദൂട്ടൻ ഇങ്ങനെ നന്ദയുടെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. നന്ദ മരുന്ന് വെച്ച് കെട്ടുമ്പോഴൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിരക്കി നന്ദൂട്ടനെ ആ വേദനയിൽ നിന്നും ഇങ്ങനെ മാറ്റാൻ നോക്കുകയാണ് കേട്ടോ പരമാവധി. എന്തായാലും നമ്മുടെ നന്ദൂട്ടന് കട്ട സപ്പോർട്ടായിട്ട് ഗൗരിമോള് സ്കൂളിലുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ആ രണ്ട് പിള്ളേർ ഏത് നേരവും നന്ദൂട്ടനെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും, കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും നന്ദൂട്ടൻ്റെ കാല് എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കി കൊടുക്കാമെന്നുള്ളൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. മരുന്നൊക്കെ മാറ്റി പുതിയ മരുന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അധികം താമസിക്കാണ്ട് തന്നെ നമ്മുടെ നന്ദൂട്ടൻ പഴയതുപോലെ തന്നെ എണീറ്റ് നടക്കുകയും ചെയ്യും.